നേർക്കുനേർ എന്ന സിനിമയിലൂടെയാണ് സൂര്യ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിന് വിചാരിച്ച പോലെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ സിനിമാഭിനയമൊക്കെ നിർത്തി ഒരു ഉപരിപഠനവും മറ്റൊക്കെ ആയിട്ട് പുറത്തു പോകാനിരുന്നിരുന്ന ഒരാളായിരുന്നു സൂര്യ. ആ സൂര്യയ്ക്ക് ഓഫർ കിട്ടിയ ഒരു സിനിമയായിരുന്നു ഫ്രണ്ട്സ്. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഫ്രണ്ട്സ് സംവിധായകൻ സിദ്ദിഖ് തന്നെ തമിഴ് ഒരുക്കുന്നു. സിദ്ദിഖിന്റെ ആദ്യത്തെ സിനിമയായിട്ട് മാറുന്നു തമിഴില്. അന്ന് വിജയായിരുന്നു ജയറാമിന്റെ വേഷം ചെയ്തത്. അതിൽ വിജയുടെ സുഹൃത്തായിട്ടുള്ള മുകേഷ് ചെയ്ത കഥാപാത്രത്തിലേക്ക് സൂര്യനെ വിളിക്കുന്നു. മറ്റേ ശ്രീനിവാസ് ചെയ്ത കഥാപാത്രം രമേശ് കന്ന എന്ന നടൻ അഭിനയിക്കുന്നു. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സിനിമയെന്ന്. കാരണം ഇളയരാജയുടെ സംഗീതവും നല്ല ഹ്യൂമർ പാട്ടുകൾ, വടിവേലു ഇതിൻ്റെ ജഗതി ചെയ്ത വേഷം വടിവേലു ചെയ്യുന്നു. എല്ലാം കൊണ്ടും വിജയ്ക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഫ്രണ്ട്സ്. നമ്മുടെ മലയാളി സംവിധായകന മലയാളത്തിലെ നിർമ്മാതാവായ സ്വർഗ്ഗജിത്ത് അപ്പച്ചനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് ആ പൊങ്കൽ സീസണിൽ ജനുവരി 2ാമത്തെ ആഴ്ച തിയേറ്ററിൽ എത്തുന്നു. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇറങ്ങിയ മറ്റേ ഒരു സിനിമ എന്ന് പറയുന്നത് ദീന. അജിത്തിനെ തല എന്ന ഒരു പേര് ആ ഒരു സിനിമയിലൂടെയാണ് വരുന്നത്. അതിലെ കഥാപാത്രത്തിനെ വിളിക്കുന്ന പേരാണ് തല. അവരൊറ്റ സിനിമയോടുകൂടിയാണ് അജിത്ത് ഇന്നും തല അജിത്തായി മാറിയത്. മുരുകദാസ് എന്ന സംവിധായകൻ എസ്.ജെ. സൂര്യയുടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന മുരുകദാസ് അജിത്തിന്റെ ഒരു ഡേറ്റ് കിട്ടുന്നു. എസ്.ജെ. സൂര്യയുടെ സിനിമകളിലൊക്കെ അജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അജിത്തിന് മുരുകദാസിന് അജിത്ത് ഒരു ഡേറ്റ് കൊടുക്കുകയും മുരുകദാസ് ഒരു കഥ ഉണ്ടാക്കുകയും സുരേഷ് ഗോപി എന്ന നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ തമിഴിലേക്കുള്ള എൻട്രി ആയിരുന്നു. ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. അതിൽ ലൈലിയായിരുന്നു അജിത്തിന്റെ നായികയായിട്ട് വന്നത്. നഗ്മ ഒരു ഗസ്റ്റ് റോള് അതിലൊരു സോങ് സീക്വൻസിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് വസുന്ധരദാസ് അജിത്തിന്റെ തന്നെ മുമ്പ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വസുന്ധരദാസിനെ നായികയാക്കാനായിരുന്നു അതിൽ പ്ലാൻ ചെയ്ത. പക്ഷേ പല ഡേറ്റും കാര്യങ്ങളൊക്കെ ക്ലാഷ് ആയിട്ട് വസുന്ധരദാസിനെ അഭിനയിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ലൈല ആവേശം ചെയ്യുന്നത്. യുവൻ ശങ്കർ രാജയുടെ തകർപ്പൻ മ്യൂസിക്കാണ്. എനിക്ക് തോന്നുന്നു യുവൻ ശങ്കർ രാജയുടെ ഒരു സമയം ഒരു കത്തിക്കേറുന്ന ഒരു സമയമായിരുന്നു ആ 2001. അതിൽ 2002 തുള്ളുതലം അങ്ങനെ കുറെ നമുക്കറിയാം. യുവൻ ശങ്കർ രാജ പിന്നെ തിളങ്ങി, ഹരിജയരാജും ഒപ്പമുണ്ട്. പക്ഷേ യുവൻ ശങ്കർ രാജയുടെ ഒരു പ്രതാപകാലമായിരുന്നു അത്. ഈ ഒരു സിനിമയും അന്ന് ഫ്രണ്ട്സിന്റെ ഒപ്പം തന്നെ തിയേറ്ററിലെത്തി. 2-3 ദിവസമായിരുന്നു തിയേറ്ററിലെത്തിയത്.